ഈ പടത്തിൽ ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും എല്ലാം മോഹൻലാലിന്റെ അഭിനയത്തിനോടൊപ്പം തന്നെ എല്ലാവരും പ്രശംസിച്ച രണ്ടാമത്തെ കാര്യം മേക്കിംഗ് ഓഫ് ഫിലിമാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ മലയാളിക്ക് അഭിമാനിക്കാവുന്ന രീതിയിൽ പടം. ഇപ്പോഴാ ഞാൻ കാനഡയിലെ 2 മെസ്സേജ് വായിച്ചതേ ഉള്ളൂ. ഒരു ഷോ കളിക്കുന്ന കാനഡയിൽ 3 ഷോ ഉണ്ട്, 3 ഫുള്ളാണ്. എന്താ പടം എടുത്ത് വെച്ചിരിക്കുന്നത്? അത് സ്വാഭാവികം. ആരെങ്ങനെ രാഷ്ട്രീയവും സിനിമയും ഒന്നും മാത്രമായിട്ട് ജീവിക്കുന്നവരല്ല, വലിയ ഉദ്യോഗസ്ഥരാണ്, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോ എന്റെ ഒരു സത്യം പറയുകയാണെങ്കിൽ ഞാനത് ഇന്നലെ ശക്തമായിട്ട് പറയണമെന്ന് വിചാരിച്ചു. കാരണം എനിക്കിപ്പോ ഇവിടെ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റും RSSും BJPയും മുസ്ലിം ലീഗും ഒക്കെ എല്ലാവരെയും അറിയാം, എനിക്കറിയാം ഇതൊക്കെ എന്താണെന്നുള്ളത്. ഇത് ഈ സിനിമയ്ക്കകത്തുനിന്ന് തന്നെയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ശക്തമായ ഒരു എതിർപ്പിനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ കേൾക്കുന്നത്. അല്ലെങ്കിൽ ഇതിനെ അതാണ് ഞാൻ ഇന്നലെ ചോദിച്ചത്, എത്രയോ സംഘടനകൾ സിനിമയിലുണ്ട്, എന്താ ആരും ഇങ്ങനെ പൃഥ്വിരാജിനെ അറ്റാക്ക് ചെയ്തപ്പോ മിണ്ടാത്തത്? അല്ലേ? സത്യമല്ലേ? കാരണം ശരിക്കും പ്രതികരണം വരേണ്ടത് ആദ്യം താരസംഘടനയെന്ന് വരണം, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരണം. പാവം തിയേറ്ററുകാർ മാത്രം ആത്മാർത്ഥമായിട്ടൊരു സത്യം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് 10 കാശ് കിട്ടിയ ദോഷം പറയുന്നത്, അയ്യോ 9 ദിവസത്തേക്ക് ടിക്കറ്റ് ഇല്ല, ഞങ്ങളുടെ കടമൊക്കെ തീരും എന്ന് പറയാനുള്ള ഒരു സന്മനസ്സും വിശാല മനസ്സും ഒക്കെ കാണിച്ചത് അവരാ.